ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും അടൂർ കാരുണ്യ കണ്ണാശുപത്രിയുടെയും മാവേലിക്കര ബയോവിഷൻ ലാബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും അടൂർ കാരുണ്യ കണ്ണാശുപത്രിയുടെയും മാവേലിക്കര ബയോവിഷൻ ലാബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ളവർക്ക് കേരള സർക്കാരുകളുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. കാരണം സാധാരണക്കാരുടെ പ്രയാസം മനസ്സിലാക്കി എപ്പോഴും സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഈ സംഘടനയ്ക്ക് ഒരു എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കണ്ണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കണ്ണുണ്ടായിട്ട് പോലും ജീവിക്കാൻ വയ്യാത്ത ഈ കാലഘട്ടത്തിൽ കണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്. കണ്ണിന്റെ ആയാലും ഇതൊക്കെ ഇവിടെ നോക്കാനും ടെസ്റ്റ് ചെയ്യാനും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ സംഘടന ഒരുക്കി. ഇന്നത്തെ നമുക്ക് നമ്മുടെ ശരീരത്തോട് ചേർന്ന് പിടിച്ചിരിക്കുന്ന ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവനും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ എന്നും നമ്മൾ മരുന്നിന് മാത്രം ആശ്രയിച്ചായിരിക്കും, നമ്മുടെ ആഹാരത്തിനേക്കാൾ ഉപരി മരുന്നിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ മരുന്ന് വാങ്ങിക്കുവാൻ നമുക്കറിയാം, ഒരു ശരാശരിക്ക് താഴെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഇന്നത്തെ വലിയ ചികിത്സാ ചെലവ് നമുക്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഒരുപക്ഷെ പല വീടുകളിലും ആരോഗ്യം ബാധിച്ച ആൾക്കാർ സത്യത്തിൽ അവരെയൊക്കെ നോക്കുവാനും അവർക്ക് കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കുവാനോ നമുക്ക് കൃത്യമായ അത് ടെസ്റ്റിംഗ് നടത്തി ആ അസുഖം നിർണയിച്ച് അതിന് മുന്നോട്ടുള്ള ആരോഗ്യപരമായ ജീവിതം തുടരാനുള്ള ഒരു സാഹചര്യം പല ആൾക്കാർക്കും നമുക്ക് ഇടയിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ചെയ്യുന്നത്, അവരിപ്പോ നമുക്കറിയാം നമ്മുടെ എല്ലാ പാർട്ടികളും അതുപോലെ മറ്റ് സാമൂഹിക സന്നദ്ധ സംഘടനകൾ പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു മേഖല അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇപ്പോ എല്ലാവർക്കും ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ട്, ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടണ്ട, പെട്ടെന്ന് അവരെ ഏതെങ്കിലും ഒരാളെ അറിയിച്ചാൽ അവർ വീട്ടിൽ വന്ന് അവരുടെ ഒരു നഴ്സ്. ട്രഡീഷണൽ ആർട്ടിസൻസ് സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക്, അത് പ്രത്യേകിച്ച് സാധാരണക്കാരന്റെ വിഷയങ്ങൾ, അതിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡിന് ശേഷം തന്നെ നമുക്കറിയാം, ജനങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന രീതിയിൽ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന പദ്ധതികളിലേക്ക് എത്തിച്ചേരുവാൻ ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് കാണിച്ച ഈ വ്യഗ്രത, ഈ ആത്മാർത്ഥത, അതിനെ ആത്മാർത്ഥമായി ഞാനും ആശീർവദിക്കുകയാണ്. KTAC ജില്ലാ പ്രസിഡന്റ് സി നടരാജൻ അധ്യക്ഷനായി. KTAC സംസ്ഥാന പ്രസിഡന്റ് PR അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ ഏനാത്ത് സ്വാഗതം പറഞ്ഞു. TS രാജൻ, ഹരികുമാർ ആര്യമംഗലം, ഹരി കുട്ടമ്പേരൂർ, മധു പുഴയോരം, രാകേഷ് TR, മുരളീധരൻ, E രാജേശ്വരി മോഹൻ, G മണിക്കുട്ടൻ, TV മഹേശ്വരൻ, ഗീത നേരൂർ, ജയകൃഷ്ണൻ മാമ്പറ്റ, അജിത് TA, പ്രദീപ് ശങ്കർ, സുജ മണിക്കുട്ടൻ, വേണു ഏനാത്ത്, സന്തോഷ് കുമാർ, അശോകരാജ്, രാധാകൃഷ്ണൻ, ശിവൻ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, മാന്നാർ.